നേമത്ത് സംസ്ഥാനം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം രാവിലെ മുതൽ ഗൃഹസന്ദർശന പരിപാടികളിലടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെ പോകുന്നു? രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നന്നായി പോകുന്നു. എനിക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ലോക്സഭയിൽ ഞാൻ വന്നപ്പോൾ പുതിയ വ്യക്തിയായിരുന്നു. ഏറെ സ്നേഹം വോട്ട് കിട്ടിയ ഒരു നിയോജകമണ്ഡലമായിരുന്നു നേമം. ഇന്നും ഇവിടെ എല്ലാവരും കാണുമ്പോൾ ആ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. എന്താ എനിക്ക് തന്നെ ഒരു ഫെമിലിയർ ആകാൻ പറ്റിയെന്നൊരു അല്ല, അതല്ല, അതെല്ലാം കാണുമ്പോ എനിക്ക് തന്നെ വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നു, ഒരു മോട്ടിവേഷൻ കിട്ടുന്നു. ഈ ജനങ്ങളുടെ ആവശ്യം BJP NDA ഒരു MLA ഇവിടെ വരണം, പിന്നെ കോർപ്പറേഷൻ ഭരിക്കുന്ന BJP-നൊപ്പം ഒരു MLA ഉണ്ടാവണമെന്ന് അവർ തന്നെ പറയുന്നു. അപ്പൊ ആ സ്നേഹം കാണുമ്പോൾ എനിക്ക് തന്നെ വലിയൊരു ഇമോഷണൽ ഒരു ഫീലിംഗ്, ഒരു എന്താ വലിയ ഇൻസ്പിറേഷനും മോട്ടിവേഷനായിട്ട് ഞാൻ കാണുന്നു. ഈ മറ്റ് തെരഞ്ഞെടുപ്പുകൾ ഒന്നും ഉണ്ടാകാത്ത തരത്തിൽ ഈ ഡീൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഈ ഡീലുണ്ട്, CPM-ഉം BJP-യുമായി ഡീലുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു, കോൺഗ്രസും BJP-യുമായി ഡീലുണ്ടെന്ന് CPM പറയുന്നു. ഇതുവരെ ഇതെല്ലാം ഒക്കെ അവര് പ്രചരണമാണ്. പക്ഷെ നമ്മൾക്ക് കാണാൻ കിട്ടുന്നത് ഒരു കൃത്യമായ ഒരു ഡീല് നമ്മൾ മഞ്ചേശ്വരത്തെ കണ്ടല്ലോ. അത് ആണല്ലോ ഒരു ഡീൽ. അത് SDPIയും UDF തമ്മിലൊരു ഡീല്, അതിന്റെ തെളിവുണ്ട്, അതിന്റെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മറ്റേ ഡീലെല്ലാം കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചരണം. പക്ഷേ ഒരു സത്യമായി നമ്മളുടെ മുമ്പിൽ കാണാൻ കിട്ടുന്ന ഒരു ഡീലാണ് മഞ്ചേശ്വരത്തിൽ SDPIയും കോൺഗ്രസ് നടത്തുന്നത്. എന്തുകൊണ്ട് SDPIന്റെ കാൻഡിഡേറ്റിനെ പിൻവലിച്ചു? പേടിച്ചിട്ടല്ലേ? അപ്പോ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ കൃത്യമായ ഡീല് കോൺഗ്രസും SDPIയും, കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം. അതൊന്ന്. രണ്ടാമത്തത്, തൊട്ടടുത്ത് നടക്കുന്ന ഇലക്ഷൻ തമിഴ്നാട്ടില് ആരൊപ്പാ ഡീല്? ആരൊപ്പാണ്? CPM-ഉം കോൺഗ്രസും തമ്മിലല്ലേ? അപ്പോൾ ഈ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയവും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയവും എല്ലാം ഇവര് ചെയ്യും. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ നാടിന്റെ ഭാവി, നാട്ടുകാരുടെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, ആരാണ്, ഏത് പാർട്ടിയാണ്, ഏത് കാൻഡിഡേറ്റാണ് ഏറ്റവും കൂടുതൽ താല്പര്യവും കഴിവുള്ളത്, അത് നടപ്പിലാക്കി തരാൻ. ഒന്ന്. രണ്ടാമത്തത്, ഒരു വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ, ഇതുവരെ ജനങ്ങൾ അവസരം കൊടുത്തത് കോൺഗ്രസിനും UDF-നായിരുന്നു. അവരെന്ത് ചെയ്തു? അവസരം കിട്ടിയപ്പോൾ ഒന്നും ചെയ്തില്ല. ഞങ്ങൾക്കൊരു അവസരം തരും. ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നേമത്തേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അത് ഈ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടി പറഞ്ഞു, ഇവിടെ ഇനി വികസനമൊന്നും ബാക്കിയില്ല, അത്തരത്തിൽ വലിയ വികസനങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ, ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ ശിവൻകുട്ടിക്ക് മനസ്സിലാവില്ല. ഞാനിപ്പോ 2 മിനിറ്റിൽ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം എത്രയോ കാര്യങ്ങൾ 10-20 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ. ഒന്ന്. രണ്ടാമത്തത്, അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ബ്രാഞ്ച് സെക്രട്ടറി ആയ ഒരു രാജീവിനെ മത്സരിപ്പിക്കുന്നത്? അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി എന്തുകൊണ്ടാണ് മത്സരിക്കുന്നത്? എന്നെ തോൽപ്പിക്കാനല്ലേ? രാജീവിന് കൺഫ്യൂസ് ചെയ്യാനല്ലേ? മൂന്നാമത്തെ കാര്യം, പിന്നെ എന്തിനാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ഇലക്ഷൻ കമ്മീഷനിൽ കയറ്റി വെച്ചിരിക്കുന്നത്? ഇതെല്ലാം നോക്കും, നടക്കില്ല. ഞാൻ ഏറെ ബഹുമാനത്തോട്, ഒരു മുതിർന്ന നേതാവാണ് ശിവൻകുട്ടിജി, ഇതെല്ലാം നടക്കുന്ന കാലങ്ങൾ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കൊരു അവസരം തന്നു ജനങ്ങൾ, ഞാൻ ഇതെല്ലാം ചെയ്തു എന്ന് പറയാൻ നട്ടലുണ്ടാവണം. അതില്ല. അല്ല, താങ്കളെ ഈ വെല്ലുവിളിക്കുന്നത് പോലും, അതായത് ആത്മവിശ്വാസം കൊണ്ട് കാര്യമില്ല. എന്നെ വെല്ലുവിളിക്കുന്നത് ശ്രദ്ധ ജയിക്കാനല്ലേ? ഞാനൊരു പുതിയ വ്യക്തിയല്ലേ? ഇതുവരെ ഞാൻ MLA ആണോ? ഇവിടെ MP ആയിരുന്നോ? ഇല്ലല്ലോ. മന്ത്രി ആരായിരുന്നു? MLA ആരായിരുന്നു? MP ആരായിരുന്നു? അവരല്ലേ റിപ്പോർട്ട് കാർഡ് കൊടുക്കേണ്ടത്? ഞാനാണോ കൊടുക്കേണ്ടത്? ഇതെല്ലാം നമുക്ക് വെറുതെ വിഡ്ഢിയാക്കാനൊരു ശ്രമം ആവില്ല. ഒരു ചെറിയ ഇൻഫോർമലായ ഒരു കാര്യം കൂടെ, ഈ പേനയ്ക്കൊപ്പം താങ്കളുടെ ഈ പെൻസിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെൻസിൽ ചർച്ച ചെയ്യേണ്ട എന്താ വിഷയം? ഇങ്ങനെ ആരും അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പെൻസിൽ ഇങ്ങനെ പോക്കറ്റിൽ, ഞാൻ വളരെ ഇൻഫോർമൽ, ഒരു 20-30 കൊല്ലമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. എന്റെ കീശയിൽ എപ്പോഴും ഒരു പെൻസിൽ ഉണ്ടാവും. കാരണം പെന്ന് വെക്കുമ്പോ പെന്ന് മറന്നു പോകുമ്പോ പെന്നിന്റെ വില കുറച്ച് കൂടുതലാണ്, പെൻസിലിന്റെ വില കമ്മിയാണ്. ഇത് മറന്നാലും മറ്റൊരു പെൻസിൽ വാങ്ങാൻ കഴിയും. അപ്പൊ പെന്ന് ലൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, അതുകൊണ്ട് പെൻസിൽ ഉപയോഗിക്കുന്നു. എല്ലാ ആശംസകളും. ഓക്കെ. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രചരണം പുരോഗമിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും നേമത്തിന്റെ മുക്കിലും മൂലയിലുമെത്തി വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.